നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും എഴുന്നേൽക്കുകയും അനുഗ്രഹിക്കുകയും തൻ്റെ മഹത്വത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകുന്നു. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, ഡിസംബർ മാസം 18-ാം തീയതി കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ മുമ്പുള്ള ഞായറാഴ്ച എന്ന നിലയിൽ ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ദിവസത്തിനായി നന്ദി പറയാം. വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ ഈ ദിവസത്തെ എങ്ങനെയാണ് ധ്യാനിച്ച് ആരാധിച്ച് അനുഗ്രഹം ഭാവിച്ച് യേശുവിൻ്റെ ജന്മപ്പെരുന്നാളിനെ അവരെ ഒരുക്കിയതെന്നുള്ള കാര്യം ഇന്നത്തെ പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്നു. എൽദോയ്ക്ക് മുമ്പുള്ള കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച സന്ധ്യയ്ക്ക് പിതാക്കന്മാർ നടത്തിയ പ്രാർത്ഥനയിൽ ഈ ദിവസം അവരെന്തെല്ലാം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു, നമുക്കും അത് അവകാശപ്പെട്ടതാണ്. ആലാപോടുകൂടെ ഈ നോമ്പിൻ്റെ 18-ാം ദിവസത്തിൽ നമ്മൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥന ഇങ്ങനെയാണ്: തൻ്റെ പിതാവിൻ്റെ മാറിൽ നിന്ന് ലോകത്തിലേക്ക് അയക്കപ്പെടുകയും കന്യമറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്ത അനാദ്യന്തനും അദൃശ്യനുമായ സ്വയംഭുവായ കർത്താവേ, അപരിമിതമായ നിന്റെ ജഡധാരണത്തിൻ്റെ ഈ ദിവസത്തിൽ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധമായി ശ്രേഷ്ഠമായി സദാ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാക്കന്മാർ ഈ ദിവസം സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം വെളിവാകുന്നു. പിതാക്കന്മാർ ക്രിസ്മസ് പെരുന്നാൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെരുന്നാളായിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത്. നമ്മൾ 25 നോയമ്പ് എടുത്തത് ഈ നോയമ്പിൻ്റെ ലാക്ക് ഈ ജനനപ്പെരുന്നാൾ അനുഗ്രഹകരമാക്കാൻ വേണ്ടിയാണ്. പിതാക്കന്മാർ ജനനപ്പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച തൊട്ട് തന്നെ ക്രിസ്മസ് ആഘോഷിച്ചു തുടങ്ങിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യേശുവിൻ്റെ ജന്മപ്പെരുന്നാൾ തുടക്കം കുറിക്കുകയാണ്. ഇന്നു മുതൽ അടുത്ത ഞായറാഴ്ച വെളുപ്പിനെ 5 മണിക്കൂടെ തീജ്വാല ശുശ്രൂഷയോടുകൂടെ സമാപിക്കുന്ന കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ ഇന്ന് തുടങ്ങുകയാണ്. ഈ ആരംഭ പെരുന്നാളിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെരുന്നാളിൻ്റെ തുടക്ക ദിവസത്തിൽ സന്ധ്യയ്ക്ക് പിതാക്കന്മാർ ആർജിച്ചതായ അനുഗ്രഹങ്ങൾ നമ്മുടേതായി തീരണം. ജന്മപ്പെരുന്നാളിൽ കർത്താവ് കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വാങ്ങാനുള്ള യോഗ്യത പ്രാപിക്കണമെന്നാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. തൻ്റെ പിതാവിൻ്റെ മാറിൽ നിന്നാണ് കന്യമറിയാമിൻ്റെ ഉദരത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നതെന്നുള്ള കാര്യം നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്ന കാര്യമാണ്. പിതാവിൻ്റെ മാറിൽ ആയിരുന്ന പുത്രൻ കന്യമറിയാമിൻ്റെ ഉദരത്തിലേക്ക് സ്ഥലം മാറി. അതെന്തിനാണ്? നമ്മുടെ പ്രാണകുട്ടികളെല്ലാം പുത്രൻ്റെ മാറിലാക്കാനാണ്. എത്ര മനോഹരമാണ് ആ സന്ദേശം. പിതാവിൻ്റെ മാറിൽ അനേക യുഗങ്ങൾ ആദിയും അന്തമില്ലാത്ത ദൈവത്തിൻ്റെ പിതാവിൻ്റെ മാറിൽ മറഞ്ഞിരുന്ന പുത്രൻ ഗബ്രിയേൽ മാലാഖയുടെ വചനത്തിലൂടെ മാതാവിൻ്റെ ചെവിയിലൂടെ അകത്ത് കയറി ഹൃദയത്തിലെത്തി ഉദരത്തിൽ മാംസം ധരിക്കുവാൻ ആരംഭിച്ച സംഭവമാണ് നമ്മൾ ഈ യേശുവിൻ്റെ ജന്മപ്പെരുന്നാളിൽ ധ്യാനിക്കുന്നത്. പിതാക്കന്മാർ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ നടത്തിയപ്പോൾ ഈ കാര്യം ധ്യാനിച്ചുകൊണ്ട് അവർ തുടങ്ങി. അങ്ങനെ പിതാവിൻ്റെ മാറിൽ നിന്ന് മാതാവിൻ്റെ ഉദരത്തിലേക്കും മാറിലേക്കൊക്കെ വന്ന് ആ പാല് കുടിച്ച് ജഡം ധരിച്ച് നമ്മുടെ ജഡങ്ങളെയെല്ലാം വിശുദ്ധീകരിച്ച് നമ്മളുടെ പ്രാണനെ എല്ലാം ഈ കർത്താവിന് മാറിലാക്കിയിട്ട് ആ മാറിൽ നിന്നും നമ്മൾ എടുക്കപ്പെട്ടിട്ടാണ് കർത്താവിൻ്റെ മണവാട്ടിയായി മാറുന്നെന്നുള്ള വലിയ സത്യങ്ങൾ പിതാക്കന്മാർ ധ്യാനിച്ചുകൊണ്ടാണ് ഈ പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളത്. നമുക്ക് വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഈ പെരുന്നാൾ ആഘോഷിക്കാം. ഇന്നേ ദിവസത്തെ ധ്യാനങ്ങൾ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും 3-ാം മണി നേരത്തൊക്കെയായി പല ധ്യാനങ്ങൾ പിതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം ഈ വലിയ സന്ദേശങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. ഈ എൽദോ പെരുന്നാളിന്
മുമ്പുള്ള ഞായറാഴ്ചത്തെ കർത്താവിന്റെ ജനപ്പെരുന്നാളിന്റെ തുടക്ക ദിവസത്തിന്റെ സമാപന പ്രാർത്ഥനയിലും ഇതുപോലെ സന്ദേശങ്ങളുണ്ട്. പിതാക്കന്മാർ ഈ ഞായറാഴ്ചത്തെ ധ്യാനത്തിന്റെ സമാപനത്തിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: അത്ഭുതവാനും മഹത്വവാനും ഗ്രഹിക്കപ്പെടാവതല്ലാത്തവനുമായ കർത്താവേ, നിന്റെ മഹത്തായ ജനനത്തെ ദിവസത്തെ സ്വർഗീയ സൈന്യങ്ങളോർക്ക് നീ കാണിച്ചു കൊടുത്തു. അവർ അവർണ്ണനീയമായ അത്ഭുതവും വിസ്മരണീയമായ രഹസ്യവും കണ്ടു. അപ്പോൾ നമുക്ക് ഈ പെരുന്നാളിൽ ആ അനുഭവം നമ്മുടേതായി തീരണം. കർത്താവിന്റെ ജനന ദിവസത്തെ സ്വർഗീയ സൈന്യങ്ങൾ കാണുകയും അത് ആട്ടിടയന്മാർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അവർണ്ണനീയമായ അത്ഭുതവും വിസ്മരണീയമായ രഹസ്യവും കണ്ടു. ഇത്രയും നാൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് രഹസ്യം വല്ലതും കണ്ടോ? ആ രഹസ്യം നമ്മുടെ ഉള്ളിൽ യേശു അതുപോലെ ജനിക്കും വളരും എന്നുള്ള വലിയ സത്യമാണ്. കന്യകയായിരുന്ന യേശുവിൻ്റെ ഉള്ളിൽ, കന്യകയായിരുന്ന മാതാവിൻ്റെ ഉള്ളിൽ യേശു ജനിച്ചതുപോലെ തന്നെ കന്യകയായിരിക്കും നമ്മുടെ പ്രാണക്കുട്ടികളുടെ ഉള്ളിലും ഈ യേശു ജനിച്ച് വളരും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അവർ ലോകത്തോട് സമാധാനം അറിയിച്ചു. നമുക്ക് ആ സമാധാനം പൂർണ്ണമായി നദി പോലെ ഒഴുകുന്ന അനുഭവമായോ? നമ്മുടെ സമാധാനം ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലെയോ ഒരു ബക്കറ്റ് വെള്ളം പോലെയോ ഒരു ചെറിയ ഒരു കുളം പോലെയൊക്കെ മാത്രമായിട്ടുള്ളൂ? അതോ വലിയ നദി പോലെ ഒഴുകുന്ന ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുമ്പോഴാണ് നദി പോലെ സമാധാനം ലഭിക്കുന്നതെന്ന് യെശയ്യാവിൻ്റെ 48:18 നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ സമാധാനം 1000 തലമുറയ്ക്ക് വരെ ഒഴുക്കി കൊടുക്കാനുള്ള വലിയ ബാധ്യതയാണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞ തലമുറക്കാരും കൊടുക്കണം. അപ്പം നദി പോലെ സമാധാനം വന്നാലേ ഇവർക്കെല്ലാം തികഞ്ഞു പറ്റുള്ളൂ. നമുക്ക് തന്നെ ഇപ്പോൾ സമാധാനം തികഞ്ഞു പറ്റുന്നില്ല. അതുകൊണ്ട് വേറെ ആൾക്ക് കൊടുക്കാൻ കാതെ വരാണ്. അപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് സമാധാനമായ യേശുവിനെ നദി പോലെ ഉൾക്കൊണ്ടിട്ട് അത് അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വിട്ടിട്ട് 1000 തലമുറക്കാർ വരെ അത് കിട്ടണം. അടുത്ത തലമുറയെ കൂടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത്. കർത്താവിൻ്റെ കല്യാണത്തിന് പോകേണ്ടവരെ മുഴുവൻ ഉള്ളിൽ കണ്ടുകൊണ്ട് അവർക്ക് സമാധാനം കൊടുക്കുവാൻ ഈ പെരുന്നാൾ ആഘോഷം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭൗമികരുടെ പക്കൽ സ്വർഗീയരുടെ സ്തുതിഘോഷിതമായി ഇപ്പോഴും കർത്താവേ, നിന്റെ ജനനത്തിൻ്റെ ദിവസത്തിൽ സാധുക്കളായ ഞങ്ങൾക്ക് സഹായവും എല്ലാ നന്മകളും മഹത്തരമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഈ വർഷം എല്ലാ സാധുക്കൾക്കും സമ്മാനങ്ങൾ കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സാധുക്കളായ ഞങ്ങൾക്ക് സഹായവും എല്ലാ നന്മകളും മഹത്തരമായ അനുഗ്രഹങ്ങളും നൽകണമെന്ന് പറഞ്ഞു ആ അനുഗ്രഹം ആസ്വദിച്ചവരാണ് പിതാക്കന്മാർ. അവിടുന്ന് സ്വർഗീയ സന്തോഷവും ഭൗമികരുടെ ആമോദവുമാകുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ പ്രവാഹിക്കും സ്തുതിയും സ്തോത്രവും യോഗ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ പെരുന്നാൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ തുടങ്ങിയത്. ഈ യോഗ്യത ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളോടും അശുദ്ധികളോടും യാത്ര പറയാൻ ഇപ്പോൾ പാപത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. എളിവു നിറഞ്ഞോരി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെ പുസ്തകമുള്ളവർക്ക് എടുക്കാം. കർത്താവിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സഭയുടെ ജനന പെരുന്നാളിന്റെ ഈ തുടക്ക ദിവസത്തിൽ പിതാക്കന്മാർ ധ്യാനിച്ചതായ വേദഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെ. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ഒരു 60-70 കൊല്ലത്തിന് ശേഷമാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. നല്ല വാർദ്ധക്യത്തിലാണ് എഴുതുന്നത്. പക്ഷെ വാർദ്ധക്യത്തിലായെങ്കിലും ഒരു മറവിയില്ല. പരിശുദ്ധാത്മാവ് കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്നും ഓർപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണിത്. 100 വയസ്സിനോട് അടുത്ത് പ്രായമുള്ള യോഹന്നാൻ അന്നുണ്ടായിരുന്ന ഗ്രീക്ക് തത്വജ്ഞാനികളെയും കൂടെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരെയും യേശുവിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വിധത്തിൽ ഈ സുവിശേഷം എഴുതുന്നു. നമുക്കത് കേൾക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു.
അവൻ മുഖാന്തരം സർവവും ഉണ്ടായി. ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം അന്ധകാരത്തിൽ പ്രകാശിക്കുന്നു. അന്ധകാരം അതിനെ കീഴടക്കിയില്ല. ദൈവം അയച്ചതായ ഒരുവൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സാക്ഷ്യത്തിനായി വന്നു. അവൻ മുഖാന്തരം സകലരും വിശ്വസിക്കുവാൻ തക്കവിധം പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുവാൻ തന്നെ. അവൻ പ്രകാശമായിരുന്നില്ല, പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കേണ്ടവനായിരുന്നു. ആ പ്രകാശം ലോകത്തിലേക്ക് വരുന്ന സർവമനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷാൽ പ്രകാശമായിരുന്നു. അവൻ ലോകത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉണ്ടായി, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു. സ്വന്തക്കാരോ അവനെ സ്വീകരിച്ചില്ല. അവനാകട്ടെ തന്നെ സ്വീകരിക്കുന്നവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവകാശം നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ജഡാഭിലാഷത്തിൽ നിന്നോ പുരുഷേച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം ശരീരിയായി തീർന്നു, നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ തേജസ് പിതാവിന്റെ ഏകജാതനായ പുത്രന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. അവൻ കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞിരുന്നു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ മുമ്പരാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ കുറിച്ചാണ്. എന്നാൽ ഇവൻ എന്നേക്കാൾ മുമ്പേ ഉള്ളവനാകുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാവരും കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവുമാകട്ടെ യേശു മെശിഹ മൂലമുണ്ടായി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ ദൈവം തന്നെയാണ് അവനെ വെളിപ്പെടുത്തിയത്. ജനനപ്പെരുന്നാളിന്റെ ഒരാഴ്ച മുമ്പേ ആരംഭിച്ചിരിക്കുന്ന നമ്മളുടെ ഈ കർത്താവിന്റെ ജനനപ്പെരുന്നാളിന്റെ ആഘോഷം ഈ വചനം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. കൃപയും സത്യവും യേശു മുഖാന്തരം ഉണ്ടായി. നമുക്ക് ആ കൃപ എങ്ങനെ ഇരിക്കുന്നു? ആ കൃപ അക്ഷയമാണോ ക്ഷയമാണോ? അക്ഷയ സ്നേഹമുള്ളവർക്ക് കൃപ ലഭിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതം അന്വർത്ഥമായിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവർക്കാണ് കൃപ ലഭിക്കുന്നത്. പൗലോസ് അനുഭവിച്ചിട്ട് എഫേസ്യർ 6:24 എഴുതിയിരിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാവരും കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കർത്താവ് ജനിച്ചതിന് ശേഷം 60-70 കൊല്ലത്തിന് ശേഷം യോഹന്നാൻ അനേകരുമായി പങ്കിട്ട ഒരു അനുഭവമാണ് കൃപയ്ക്ക് മേൽ കൃപ പ്രാപിക്കുന്ന അനുഭവം. നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളാഘോഷം കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്ന പെരുന്നാളാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്നില്ല. സ്നേഹക്കുറവിനോട് യാത്ര പറഞ്ഞ് സ്നേഹക്കുറവിന്റെ ആ ശാപം വരുന്നത് സ്നേഹക്കുറവുണ്ടാകും. ആരെങ്കിലും കൂടോത്രമോ മന്ത്രവാദമോ നടത്തി നമ്മളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ല നമുക്കത് പറ്റിയത്, നമുക്ക് സ്നേഹം കുറഞ്ഞതുകൊണ്ടാകും. സ്നേഹം 100% ഉണ്ടെങ്കിൽ ഒരു കൂടോത്രവും പറ്റിയില്ല, ഒരു ശാപവും പറ്റില്ല, അത് തിരിച്ചു പോകും അന്നത്തേക്ക്. അതുകൊണ്ട് നമ്മൾക്ക് ശാപം പറ്റിക്കുന്ന സ്നേഹക്കുറവ് വരുത്തിയ സ്നേഹമുടക്കിലൂടെ യാത്ര പറയാൻ ഇതിലുള്ള പാവോദന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, ഈ 2016 കർത്താവിന്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് ലഭിച്ചതായ ഈ നല്ല അവസരത്തിനും കൃപയ്ക്കുമായി നമുക്ക് നന്ദി പറയാം. ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ ജനനപ്പെരുന്നാളിന്റെ ആഘോഷം അടുത്ത ഞായറാഴ്ച രാവിലെ ജ്വാല ശുശ്രൂഷയോ അതിനുശേഷമുള്ള കുർബാനയോടും കൂടി സമാപിക്കുന്നു. പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുന്നു. 2017 പ്രവേശിക്കാൻ 2 ആഴ്ച മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ജീവിതം തിരിഞ്ഞു നോക്കി ഈ ജനപ്പെരുന്നാളിന്റെ ആഘോഷത്തോടുകൂടെ കുടിശ്ശിക തീർത്ത് കർത്താവിന്റെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ പിതാപുത്രനിലൂടെ മനുഷ്യജാതിക്ക് മുഴുവൻ വേണ്ടി വാഗ്ദത്തം ചെയ്തതായ അനുഭവങ്ങൾ മുഴുവൻ നമുക്ക് കുടിശ്ശിക തീർത്ത് വാങ്ങുവാൻ ഈ നോയമ്പിന്റെ ശേഷിക്കുന്ന ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും ധ്യാനം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-18 വരെ നമ്മൾ വായിച്ചു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ യോഹന്നാന് തന്റെ മക്കളെയും കൊച്ചുമക്കളെയും എഴുതി അറിയിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിച്ചു. യേശുവിന്റെ മാറിൽ ചാരിയിരുന്ന കർത്താവിന്റെ ചങ്കടി പറഞ്ഞ് കർത്താവ് പറഞ്ഞ് മുഴുവൻ ധ്യാനിച്ച് അങ്ങനെ പൂർണ്ണ വാർദ്ധക്യത്തിൽ
കല്ലറയിൽ കടക്കുവാൻ സാധിച്ച കർത്താവിൻ്റെ ഏക ശിഷ്യനാണ് യോഹന്നാൻ സ്ലീഹ. ബാക്കിയുള്ളവർക്ക് രക്തസാക്ഷികളായി നേരത്തെ കടന്നുപോയി. എന്നാൽ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കുവാൻ തക്കവണ്ണം 100-120 വർഷം വരെ ജീവിച്ചിരുന്ന് ആത്മഫലങ്ങൾ വിളയിച്ച് അത് കറ്റകളായ കൂമ്പാരമായി തൻ്റെ കല്ലറയ്ക്ക് കൂട്ടിവെച്ചിട്ട് കടന്നു പോകുവാൻ ഭാഗ്യം ലഭിച്ചത് ആ യോഹന്നാൻ സ്ലീഹായ്ക്ക് ഇങ്ങനെയൊരു സാക്ഷ്യം പറയാൻ സാധിച്ചു. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും പൂർണ്ണതയിൽ നിന്ന് നമുക്ക് പൂർണ്ണത ലഭിക്കാൻ നമ്മൾ അവനോട് പറ്റിച്ചേർന്ന് നമ്മൾ അവനിൽ മറയണമെന്നുള്ള കാര്യം 32-ാം സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന അവസ്ഥയാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് ആനയിക്കുന്നത്. ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നു. മാമോദീസായിൽ തുടങ്ങുന്നതായ ഈ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മ നിറവിൽ ലോകത്തിൻ്റെ അറ്റങ്ങളോളം ഭൂഗോളത്തിൻ്റെ എല്ലായിടങ്ങളിലും കർത്താവിനെ സാക്ഷിച്ച് മണവാട്ടി സഭയോട് ചേരേണ്ടവരെല്ലാം തേടിപ്പിടിച്ച് അവരെല്ലാം കർത്താവിൻ്റെ മാറിലണച്ച് അങ്ങനെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വഴിയൊരുക്കുവാൻ ഞാൻ പൂർണ്ണനായിരിക്കുന്നു നിങ്ങൾ പൂർണ്ണരാകുവിൻ എന്ന് പറഞ്ഞ പിതാവിൻ്റെ വചനം അനുസരിച്ച് സൽഗുണ പൂർണ്ണതയിൽ യേശുവിനെ പോലെയാകുവാൻ വിളിക്കപ്പെട്ട നമ്മൾ സൽഗുണ പൂർണ്ണതയിൽ യേശുവിനെ പോലെയായോ? യേശുവിനെ പോലെയാകുവാനുള്ള എല്ലാ കൃപകളും കൃപാവരങ്ങളും കർത്താവ് സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്കെന്താണത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തത്? പാപം എന്ന വാക്കിൻ്റെ ഒരു നിർവചനം ഈ സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യേശുവിനെ പോലെ ആകാത്തതാണ് പാപം. യേശുവിനെ പോലെ ആകാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പാപം എന്ന് പറയുന്നത്. യേശുവിൻ്റെ വരവരെയും അതിൻ്റെ പണികൾ തുറന്നുകൊണ്ടേയിരിക്കും. എത്രയും നേരത്തെ യേശുവിനെ പോലെ ആകുവാൻ നമ്മുടെ അപൂർണതകൾ കണ്ടെത്തി ആ അപൂർണതകളെല്ലാം വചനത്താൽ കൃപയാൽ പൂർണ്ണതയിൽ എത്തിക്കുവാൻ സകല ചെലവും കർത്താവ് വഹിച്ചിട്ടുണ്ട്. നമ്മളത് പ്രയോജനപ്പെടുത്തുന്ന കാര്യം മാത്രം, അത് പ്രയോഗിക്കുന്നത് മാത്രമാണ് നമ്മുടെ ഈ ചുമതല. നമ്മളത് അനുവദിച്ചു കൊടുത്താൽ പുത്രൻ പരിശുദ്ധാത്മാവ് തന്നെ അത് ചെയ്തോളൂ. പക്ഷെ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മുടെ സമർപ്പണം പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കാമെങ്കിൽ നമുക്ക് പൂർണ്ണതയിലേക്ക് വളർന്ന യേശുവിനെ പോലെ ആകാൻ സാധിക്കും. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുന്ന പോലെ യേശുവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കൂടിയാണ് ലോകത്തിന് കിട്ടേണ്ടത്. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഈ പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കുന്നില്ല? എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി എന്ന് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യപ്രകാരം നമ്മളെല്ലാവരും ഭാവികളാണ്, മഹാഭാവികളാണ്. ആ പാപത്തിൻ്റെ അവസ്ഥ നമ്മൾ തേജസ്കരിക്കപ്പെട്ട് യേശുവിനെ പോലെ ആകുന്നവരെയും തുടർന്നുകൊണ്ടേയിരിക്കും. പാപപ്രവൃത്തികൾ നിർത്തിയാലും പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന അവസ്ഥയിൽ ഈ ലോകത്തിൽ നമ്മൾ കഴിഞ്ഞാലും പാപ ചിന്തകൾ അതിനിടം കൊടുക്കാതെ നമ്മൾ ഇടപെടാതെ ദൈവത്തെ ആരാധിച്ച് വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നാലും പാപ അവസ്ഥ നമ്മൾ യേശുവിനെ പോലെ ആകുന്നവർ തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ബാവാ തിരുമേനി കുർബാന അർപ്പിച്ചാൽ പോലും തന്നെ വിശേഷിപ്പിക്കുന്ന ബലഹീനനും ഭാവിയുമായ ഞാനെന്നാണ് പറയും. കാരണം മഹാഭാവം ചെയ്തു വന്നിട്ട് കുർബാനയില്ലെന്നല്ല എൻ്റെ അർത്ഥം. സഭയുടെ തലവനായി അപ്പോസ്തലന്റെ സിംഹാസനത്തിൽ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ തുടർന്ന് ചെയ്യുന്ന മഹാപുരോഹിതർ പോലും 100% യേശുവിനെ പോലെ ആയിട്ടില്ലാത്തതുകൊണ്ടാണ് അവർ മഹാഭാവിയാണെന്ന് പറയുന്നത്. പൗലോസ്ലീഹായും അത് പറഞ്ഞു, ഞാൻ പാവികൾ പ്രധാനിയാണ്. അപ്പോൾ ആ വിനയത്തോടുകൂടിയ സ്വയപരിശോധനയാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് ആനയിക്കുന്നത്. യേശുവിനെ പോലെ എന്തെല്ലാം കാര്യത്തിലാകാനുണ്ട്, അതിന് കൃപയെയും വചനങ്ങളെയും ദൈവത്തിൻ്റെ കൃപാവരങ്ങളെയും ശരിക്കും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ഈ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ സ്വയപരിശോധന ചെയ്യുന്നത്. റോമർ 3:23 ഒരു വലിയ പ്രത്യാശയുടെ സന്ദേശം കൂടെ അതിനകത്തുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ സൗജന്യമായി നമ്മളെ നീതീകരിച്ച കൃപയാൽ ക്രിസ്തുവിനെ പോലെ ആക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും പിതാവ് ചെയ്തു വെച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. ഈ സംവിധാനങ്ങൾ നമ്മൾ 100% പ്രയോജനപ്പെടുത്തിയോ? അപ്പൊ യേശുവിനെ പോലെ ആകുവാൻ യേശുവിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. യേശുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആത്മനിറവ് 100% ആത്മനിറവ് 100% പ്രാണൻ 100% യേശുവിൽ മറയണം. 100% പ്രാണൻ യേശുവിൽ മറഞ്ഞാലേ കർത്താവിന് പരിശുദ്ധാത്മാവാകുന്ന പുതിയ വീഞ്ഞിയെ തുരുത്തിയിൽ നിറയ്ക്കാനൊക്കെയുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് എല്ലായിടങ്ങളിലും കർത്താവിനെ സാക്ഷിക്കുന്ന വേല ലഭിക്കും. ആ അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു. നമ്മുടെ ഈ വർഷത്തെ നോമ്പാചരണം കൊണ്ട്, ഈ 18 ദിവസത്തെ നോയമ്പ് കൊണ്ട് മാമോദീസായിൽ ജനിച്ച യേശുവിനെ നമുക്ക് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കത്തക്ക തരത്തിൽ വളർത്തിയെടുക്കുവാൻ സാധിച്ചോ? ബേത്ലഹേമിൽ വന്ന ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും യേശു കുഞ്ഞിനെ കണ്ട് സന്തോഷിപ്പാൻ സാധിച്ചു. ആ യേശു കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചു വന്ന ആ രാജാവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് രാത്രിയിൽ തന്നെ കുഞ്ഞിനെയും കൊണ്ട് ഓടുവാൻ അവരെ പ്രേരിപ്പിച്ചു. ആ ഓട്ടം പേടിച്ചുള്ള ഓട്ടമായിരുന്നോ അതോ ദൈവ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു? കണ്ടാത്തൊന്നും പേടിച്ചോടിയൊന്നു. ദൈവത്തിന് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ ദൈവം പിശാചിന്റെ അവകാശത്തെയും അധികാരത്തെയും ആദരിക്കുന്നയാളാണ്. ശത്രുവാണെങ്കിൽ പോലും ശത്രുവിന് ചില അവകാശങ്ങളും വ്യക്തിത്വങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? കാരണം ആദാമും ഹവ്വയും ദൈവമക്കളെയും പിശാചിന് വിറ്റതാണ്. പിശാചിന് വിൽക്കപ്പെട്ടതാണ് ഭൂമി, ശപിക്കപ്പെട്ട ഭൂമി. ഇപ്പൊ ശപിക്കപ്പെട്ട ഭൂമി ഇപ്പൊ ആരുടെ ഇല്ല, വിറ്റയാളുടെ കയ്യിലാണ്. ഒരു വസ്തു ഒരാൾക്ക് വിറ്റാൽ പിന്നെ അതിന് ആധാരം എഴുതി അതിന് പോക്കുവരത്തൊക്കെ നടത്തി കഴിഞ്ഞ പിന്നെ ആരുടെ അത്? അവൻ്റെയാണ്. പണ്ട് എൻ്റെ ആരെന്ന് പറഞ്ഞാൽ ചെന്നാൽ സമ്മതിക്കും. പണ്ട് എൻ്റേതായിരുന്നത്. പക്ഷെ ഇപ്പം ആരുടെയാണ്? ഇപ്പം മര്യാദക്കാരുമല്ലോ, ഒരു മിറ്റ വല്ലതും പിന്നെ വലിഞ്ഞു കറിഞ്ഞിട്ടോ ഇല്ല. അതാ മാന്യതയെന്ന് പറയുന്നത്. അപ്പോൾ ആദാമും ഹവ്വയും പിതാവിനോട് ചോദിക്കാതെയാണ് മനുഷ്യരെയും ഈ ഭൂമിയും പിശാചിന് വിറ്റത്. അത് മര്യാദകളാണ്, സ്നേഹക്കുറവാണ്. പക്ഷെങ്കിലേ വിറ്റുപോയില്ലേ. വിറ്റ് കഴിഞ്ഞാൽ പിന്നെ മാന്യനായ പിതാവായി ചെയ്യുന്നവർ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയില്ല. ആ പിതാവിൻ്റെ മകനും അതേ സ്വഭാവക്കാരനാണ്. ദൈവത്തിൻ്റെ അവകാശം, ദൈവത്തിൻ്റെ വകയായിരുന്ന മനുഷ്യരെയും ഭൂമിയെയും ഒക്കെ പാപത്താൽ പിശാചിന് വിറ്റ് കഴിഞ്ഞപ്പോൾ ആ വാങ്ങിയ ആളിനെ അല്ലെ കിട്ടിയ ആളിനെ ആദരിക്കുക. നിൻ്റേതായിപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ആ പിശാചിനെ തലചതയ്ക്കാനായിട്ട് ഉള്ള പദ്ധതി ഉള്ളപ്പോൾ അവനറിയാതെ വേണം ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നവർ തലചതയ്ക്കാൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് ആരോടും പറയാതെ കന്യാമറിയാവിൻ്റെ ഉള്ളിൽ യേശുവായി ജനിക്കുക. ഈ ലോകത്തിലെ സകല ജനങ്ങൾ പിശാചും കൂടി അറിഞ്ഞേ നടക്കുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് പാവത്തിൽ എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചെന്ന് പറയുന്നത്. എല്ലാ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും പിശാചിനുള്ള ഒരു അവകാശം വന്നുപോയി. അതെന്തുകൊണ്ടാണ്? ദൈവത്തോട് ചോദിക്കാതെ പിശാചിന് വിറ്റത്. അതും സ്ത്രീ പുരുഷന്മാരുടെ അവയവങ്ങൾ ആദ്യമായി പിശാചാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് കായൻ ജനിച്ചത്. അതുകൊണ്ട് ആ വഴി പിശാചിന് അവകാശമുള്ളതായി തീർന്നു. അതുകൊണ്ട് അവനറിയാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കാനൊക്കെയില്ല. എല്ലാ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെയും പുറയിൽ പിശാചിൻ്റെ പ്രേരണ കൂടിയുണ്ട്. അതിനെ ദൈവം അനുവദിച്ചിട്ടാണ്. ആ വഴിയെ ഞാൻ പോകുന്നില്ല, അവൻ്റെ വഴിയെ ഞാൻ എന്തിനാ പോകുന്നു? സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ കന്യകയിൽ നിന്ന് കന്യാവൃതത്തിന് ഭംഗം വരാതെ ദൈവം ജനിച്ചതിൻ്റെ കാര്യം ആദാമും ഹവ്വയും പിശാചിന് എഴുതി കൊടുത്ത ആ വഴിയും അവൻ്റെ ഇരുന്നോട്ടെ. ഞാൻ ആ വഴിയെ പോകുന്നില്ല. ചെന്നാൽ അവന് അവകാശം വരികയില്ല. ആ വഴിയെ കൂടെ വന്നാൽ അവനറിയും
അവൻ അവിടെ നിൽക്കുമെന്ന് പറയും, നിൽക്കവിടെ, എനിക്ക് അവകാശമുള്ള ശ്രദ്ധയിൽ പോകാൻ പറയും. അങ്ങനെ ആ കാര്യം അറിയാവുന്ന ദൈവം ആ വഴിയെ പോയില്ല. അപ്പം പിശാചിന് അവകാശമുള്ള വഴിയെ പോകുന്നവർക്കൊക്കെ പിശാചിന് അവിടെ മേൽ അവകാശം വരും. ഈ കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ മർമ്മം മനസ്സിലാക്കിയ ദൈവം മനുഷ്യജാതിയെ രക്ഷിക്കാൻ മനുഷ്യനാകണമെങ്കിൽ പിശാച് അറിയാതെ വേണം ആ പരിപാടി. പിശാചിന് അവകാശം ഇല്ലാത്ത വഴി എവിടെയോ അതെ, അതുകൊണ്ടാണ് കന്യകയിൽ നിന്ന് കർത്താവ് ജനിച്ചത്. അപ്പോൾ ജനിച്ച ഭൂമിയിൽ ഏറ്റവും അവൻ്റെ ഒരു നോട്ടവും വരാത്ത സ്ഥലത്താണ് പാറപ്പത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത ഒരൊഴിഞ്ഞ പാറപ്പത്തിൽ പോയി ജനിച്ചു. എന്തിനാ? പിശാചിന് അവകാശം കുറയ്ക്കാൻ വേണ്ടിയാണ്. ശകല അവകാശം ഉണ്ടാകണം. പൊത്തിലാണെങ്കിലും ജനിച്ചില്ലേ. കാരണം ഹേരോദാവിൻ്റെ സ്ഥലത്ത് ഹേരോദാവ് അറിയാതെ, പിശാചറിയാതെ, അവനെ അറിയിക്കാതെ ഒരു പാറപ്പത്തിലാണെങ്കിലും ജനിച്ചില്ല. അത്രയും സ്ഥലത്തെങ്കിലും ഒരു അവകാശം ഉണ്ട്. അത്രയും അവകാശം കുറയ്ക്കാൻ വേണ്ടി ആ പൊത്തിനകത്ത് കയറിയത്. അതിന് കന്നുകാലിക്കൂട്ടി കിടന്നു. അതിൽ കൂടുതൽ അവിടെ കിടക്കാനൊക്കാഞ്ഞതിൻ്റെ കാര്യം തന്നെ ഈ കന്നുകാലിക്കൂടും ഈ പൊത്തും എല്ലാം ആരുടെയും കൂടിയാണ്, പിശാചിനെയും കൂടി. അവൻ്റെ ഏജന്റായ ഹേരോദാവിനെ വന്നിക്കാനുള്ള ഭാവേന വന്ന് ഈ കൊച്ചിനെ കൊല്ലാനാണ് കൊണ്ടുവരുന്നത്. അതിനെയും ദൈവം അംഗീകരിച്ചു. നിനക്ക് കൊല്ലാൻ അവകാശമുണ്ട് ഈ കൊച്ചിനെ. പക്ഷെ ആ കൊച്ചിനെ ചെന്നാൽ ദൈവത്തിന് പരിപാടി നടക്കുമോ? അതുകൊണ്ട് എടുത്തുകൊണ്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഭീരുത്വം കൊണ്ടല്ല ഓടിയത്, അവൻ്റെ അവകാശത്തെ ആദരിച്ചുകൊണ്ടാണ്. ഈ അവകാശം തീർക്കേണ്ട സമയമാണ്. യേശുവിൻ്റെ രക്തം മുഴുവൻ ഊറ്റിക്കൊടുത്താലേ. ഇപ്പോൾ കൊച്ചിൻ്റെ രക്തത്തിനകത്ത് ഒരു കുഞ്ഞിന് കുറച്ച് രക്തമേ ഉള്ളൂ. പ്രായപൂർത്തിയായിട്ട് രക്തം നല്ലവണ്ണം ഉണ്ടായിട്ട് ഇവന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഓടിപ്പോയതാണ്. മനസ്സിലാകോ? ഉദ്ദേശിക്കുന്ന കാര്യം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ രക്തം ഇത്രയും പോരാ. കുഞ്ഞിൻ്റെ രക്തമല്ലേ. അതുകൊണ്ട് 33.5 വയസ്സ് പ്രായമായ നല്ല തൻ്റെ ഇടമുള്ള യുവാവായ കർത്താവ് തൻ്റെ രക്തം മുഴുവൻ ഊറ്റി തന്നേക്കാം. പക്ഷെ ഇപ്പം പിടിക്കണ്ട, ഇപ്പം ഞാൻ പോകാറുണ്ട്. ഈ ന്യായബോധം നമുക്കുണ്ടോ? ഈ ന്യായബോധം നമുക്ക് വേണം. നീതിബോധം, ന്യായബോധം എന്നതിൻ്റെ പേര്. ആർക്കെങ്കിലും അവകാശമുള്ളത് വിട്ടുകൊടുക്കണം അവർക്ക്. അവരിൽ നിന്ന് വാങ്ങണ വില കൊടുത്തേ തിരികെ വാങ്ങിക്കരുത്. നല്ലതിൻ്റെ പേര് മോഷണമെന്നായിരിക്കും. പിശാച് മോഷ്ടിച്ചെടുത്തു. സൂത്രത്തിൽ ഒരു പഴം കാണിച്ച് മനുഷ്യജാതിയെയും മനുഷ്യ മക്കളെയെല്ലാം സൂത്രത്തിൽ തട്ടിയെടുത്ത് തൻ്റെ പേരിലാക്കി. അതിനെ തിരികെ എടുക്കാൻ ചോദിക്കുന്നിടത്തോളം പൊന്നുമല കൊടുത്താൽ തിരികെ വാങ്ങിക്കുന്നു. ആ പിശാചുമായിട്ടുള്ള വിലപേശലിൽ അവൻ ചോദിച്ചിടത്തോളം മനുഷ്യജീവൻ രക്തം തരാമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് അവനറിയാതെ ഈ ഭൂമിയിൽ എത്രയും സൗകര്യം കുറഞ്ഞ് ജീവിച്ച് അവനെ പേടിച്ച് അല്ല ഓടിയത്. അവനോട് വാക്ക് പറഞ്ഞിരിക്കുന്ന രക്തം കൊടുക്കണമെങ്കിൽ രക്തം പൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയാകുന്നവരെ ഈ കൊച്ചു ജീവിക്കണം എവിടെയെങ്കിലും. അതിനാണ് യേശു 4 കൊല്ലം മിസ്രൈമിൽ പോയതും ഒരാചാര്യയുടെ വേഷത്തിൽ നസറേത്തിൽ താമസിച്ചതും. രക്തം അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച രക്തം അങ്ങോട്ട് മൂക്കട്ടെ, അങ്ങോട്ട് വളരട്ടെ. അങ്ങനെ 33 വയസ്സുള്ള നല്ല യുവാവായിരിക്കുന്ന രക്തത്തിളപ്പുള്ള സമയത്താണ് യേശു കാൽവറിയിൽ രക്തം മുഴുവനും ഊറ്റിക്കൊടുത്തത്. അപ്പം അങ്ങനെ പിശാചിന് വിൽക്കപ്പെട്ടതായ മനുഷ്യജാതിയെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ വഴിയെല്ലാം പോയത്. ഈ മനോഭാവം നമുക്കും വേണം. നമ്മുടെ മേൽ പിശാചിന് അവകാശം കിട്ടിയ വഴികളൊക്കെയും ഈ വഴി സത്യം ജീവനുമായ യേശുവിനെ കൊണ്ട് പകരം കൊടുത്ത് തിരിയെടുത്ത് നമ്മൾ യേശുവിനെ പോലെയായി യേശുവിനോട് ചേരേണ്ടതാണെന്നുള്ള നീതിബോധം നമുക്ക് വേണം. ഈ ക്രിസ്മസിൻ്റെ ഈ 2016 ക്രിസ്മസിനെങ്കിലും യേശു ആകുന്ന വഴിയെ പോയി യേശുവിനോട് ചേർന്ന് യേശുവിനെ പോലെയായി നമ്മൾ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന അവസ്ഥയിലെത്തിയാൽ പിശാചിന് നമ്മുടെ ഒരു അവകാശം ഇല്ലാതായി തീരും. പാപത്തിന് നമ്മുടെ സ്വാധീനം ഇല്ലാതെ വരും. പാപ സാഹചര്യത്തിൽ മരിച്ച പോലിരിക്കും. നീതി സാഹചര്യത്തിൽ യേശു നമ്മൾ ജീവിക്കുന്ന മറ്റുള്ളവർ കാണുകയും ചെയ്യും. ഈ അവസ്ഥയിലേക്ക് നമ്മൾ വളർത്തുവാൻ കൃപായിക്ക് നീട്ടി കൊടുക്കുന്ന കർത്താവിന് നന്ദി പറയാം. അങ്ങനെ പിശാചിന് വിൽക്കപ്പെട്ടതായ എല്ലാ കാര്യവും തിരിച്ചെടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ രക്തം മുഴുവൻ കൊടുത്തു. രക്തം മുഴുവൻ തീർന്നു എന്നുള്ളതിൻ്റെ തെളിവിന് വേണ്ടിയാണ് വെള്ളം കൂടെ പറയാൻ വന്നത്. തെളിവായി രക്തം മുഴുവൻ തീർന്നതിന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടെ ഇനി പോന്നു. പിന്നെ പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് വെള്ളവും രക്തമൊക്കെ പിന്നെയും ഉണ്ടായി. അതാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിലെ രക്തവും. വീണ്ടും പിശാചിന് അവകാശമില്ലാത്ത തരത്തിൽ ചതഞ്ഞ് തകർന്ന് മരിച്ചു തൻ്റെ ജീവൻ മുഴുവൻ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും
പിശാചിന് അവകാശമില്ലാത്ത രക്തം ജീവനുമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് യേശു. ഇനി യേശുവിനെ കൊല്ലാൻ പോകും? ഇനി യേശു മരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ യേശു ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ രക്തമുണ്ട്. മുറിവുകൾ അടയാളമായി കൈകാലുകളിലെ മുറിവുകൾ ഉണക്കാതെ ഇട്ടിരിക്കുന്നു. തെളിവിന് വേണ്ടിയാണ്. ഞാൻ മനുഷ്യജാതിക്ക് വേണ്ടി ആണിയേറ്റ് അടിയേറ്റ് മരിച്ചവനാണ് എന്നുള്ള തെളിയിക്കാൻ വേണ്ടി അതിൻ്റെ പാടുകളുമായി ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയും കർത്താവിനെ നമ്മൾ കുരിശിക്കേണ്ട കാര്യമുണ്ടോ? നമുക്കിനിയും കർത്താവിനെ കുരിശിക്കാൻ സാധിക്കും. എങ്ങനെ? തൻ്റെ ഹൃദയത്തിന് വേദന കൊടുത്ത് വേദനിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ദൈവഹിതപ്രകാരം അല്ലാത്ത ആശകൾ, ആഗ്രഹങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ മുതലായതുകൊണ്ട് അവനെ വീണ്ടും നമ്മൾ വേദനിപ്പിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ് യേശു പെന്തക്കോസ്ത് കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ് ശൗലിനെ കണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നെന്താന്ന് ചോദിച്ചു. ശൗലിൻ്റെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ കർത്താവിനെ വേദനിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ കർത്താവ് ഇന്നും വേദനിച്ചുകൊണ്ടിരിക്കുന്നു. ആ വേദന നിർത്തിയിട്ട് അവനെ സന്തോഷിപ്പിക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിഞ്ഞു വന്ന് കൃപയിൽ നിറയുവാൻ, മഹത്വത്തിൽ തൻ്റെ പങ്കാളിയാകുവാൻ നമ്മൾ വിളിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതുവരെ കേട്ടത്. അപ്പോൾ ആ അനുഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം. യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപയിരിക്കും. കൃപയാലാണ് ഈ കാര്യങ്ങളെല്ലാം സാധിക്കുന്നത്. അത് സൗജന്യമായി പിതാവ് നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. കൃപയെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ്. അർഹതയില്ലാതെ ഇരിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്ന ദാനം. അങ്ങനെ കൃപയാലാണ് നമ്മൾ ഇനിയും യേശുവിനെ പോലെ ആകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി യോഹന്നാൻ സാക്ഷിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം മുഴുവനും കൃപയാൽ രൂപാന്തരം പ്രാപിച്ച യേശുവിനെ പോലെ ആകുന്നത് എങ്ങനെയാണെന്നാണ് പഠിപ്പിക്കുന്നത്. യോഹന്നാൻ യേശുവിനെ പോലെയായി, യേശുവിനെ സാക്ഷിച്ച് യേശു രണ്ടാമത് വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പത്മോസ് ദ്വീപിൽ കണ്ടതിന് ശേഷം എഴുതി വെച്ചിട്ട് പോയിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ സംഭവം എന്താണ്? കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കുന്നു. വെള്ളം വീഞ്ഞായ അത്ഭുതം എല്ലാ വ്യക്തികളിലും കർത്താവ് ചെയ്യാൻ കഴിവുള്ളവനാണ്. വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞിൻ്റെ ലഹരിയുള്ളവരും പുതിയ വീഞ്ഞിൻ്റെ രുചിയുള്ളവരായി നമുക്ക് മാറാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞിൻ്റെ ലഹരിക്ക് നന്മ ചെയ്യുവാനുള്ള ഉത്തേജനമാണ് തരുന്നത്. ഈ ലോകത്തിലെ ലഹരികളൊക്കെയും തിന്മ ചെയ്യാനുള്ള ലഹരി ആണ്. 2 തരം ലഹരിയുണ്ട്. പഴയ വീഞ്ഞും പുതിയ വീഞ്ഞും വ്യത്യാസം അതാണ്. അവിടെ ക്രിസ്മസ് പ്രമാണിച്ച് എന്തുമാത്രം മദ്യക്കുപ്പികൾ പൊട്ടും. ക്രിസ്മസിൻ്റെ പേരിൽ എന്തുമാത്രം മദ്യശാലകളിൽ മദ്യം വിൽക്കപ്പെടും. ലോകം മുഴുവനും യേശുവിൻ്റെ പേരിൽ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് ലഹരി കഴിച്ച് ബോധമില്ലാതെ എന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അത് യേശുവിനെ വീണ്ടും കുരിശിക്കുന്നതിന് തുല്യമല്ലേ? അത് യേശുവിനെ വീണ്ടും വേദനിപ്പിക്കുകയല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് കുടിച്ച് പെന്തക്കോസ്ത് പെരുന്നാൾ 120 പേര് കർത്താവിനെ സാക്ഷിച്ച് 3000 പേരെ നേടിയതുപോലെ അനേകരെ, ആയിരക്കണക്കിന് പേരെ നേടാനുള്ള ആ വീര്യവും ആ ധൈര്യവുമാണ് പുതിയ വീഞ്ഞിൽ കൂടെ നമ്മൾ ആർജിക്കുന്നത്. ആ വീര്യവും ധൈര്യവും ഉണ്ടെങ്കിൽ ആരോടും ദൈവഹിതപ്രകാരം സാക്ഷ്യം പറയാനും ഏത് ത്യാഗവും സഹിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകും. നമ്മളെ കണ്ട് ആയിരക്കണക്കിന് പേര് വരികയും ചെയ്യും. ക്രിസ്മസ് എത്ര കഴിഞ്ഞു പോയി ഒറ്റ എണ്ണം നമ്മളെ കണ്ടു വന്നിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്മസ് ആഘോഷം കണ്ടിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കേക്കും ക്രിസ്മസിൻ്റെ സംയുക്ത ആഘോഷങ്ങളും എല്ലാം കണ്ടിട്ട് ഒരൊറ്റ ആള് ഞങ്ങളോട് നിങ്ങളോട് വരികയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് പന്തികേടുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇത്രയും നാൾ നടത്തിയ പോലെ ഒരു ക്രിസ്മസ് അല്ല. ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും കിട്ടിയത് അനുഗ്രഹം കിട്ടുന്ന യേശുവിനെ സാക്ഷിക്കുന്ന ക്രിസ്മസായി നമ്മുടെ തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളം വീഞ്ഞായതുപോലെ നമ്മൾ രൂപാന്തരപ്പെട്ട് രുചിയും ധൈര്യവും നൽകുന്ന പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം. പെന്തക്കോസ്ത് പെരുന്നാളിന് മുമ്പേ തന്നെ അഡ്വാൻസ് ആയിട്ട് ഈ അനുഭവങ്ങൾ അനേകർക്ക് കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നു. അത് പൂർത്തീകരിച്ച് പെന്തക്കോസ്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നെല്ലടിയിലാണ് പരിശുദ്ധ കന്യകയായിരുന്നുകൊണ്ട് ഈ പണി ചെയ്തത്. നമുക്കും കന്യകയായിരിക്കും നമ്മുടെ പ്രാണക്കുട്ടികൾക്ക് കന്യകകളായിരുന്നുകൊണ്ട് തന്നെ യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. അങ്ങനെ നമുക്ക് മാതാവിനെ പോലെ കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിൻ്റെ കുറവ് തീർത്ത പോലെ അനേകരുടെ ജീവിതത്തിലെ ഇല്ലായ്മകൾ പരിഹരിപ്പാൻ കർത്താവ് പറയുന്നത് കേട്ടാൽ മതി. നമ്മുടെ ആലോചനകളാകുന്ന വെള്ളത്തെ പരിശുദ്ധാത്മ നിറവുള്ള പുതിയ വീഞ്ഞാക്കാൻ സാധിക്കും.
നീക്കോദീമോസിന് യേശുവിൻ്റെ കൂടെ വന്നിരുന്ന് അവന് ഈ പുതിയ വീഞ്ഞായി മാറി. ആ നീക്കോദീമോസാണ് കർത്താവിനെ കബറടക്കാനായിട്ട് അതിടയായി. ശമരിയാസ്ത്രീയുടെ ഹൃദയത്തിൽ പുത്തൻ വീഞ്ഞുണ്ടായി. വെള്ളം കോരാൻ വന്ന സ്ത്രീക്ക് അതിനേക്കാൾ വിലയേറിയ ജീവജലം തനിക്ക് കിട്ടിയപ്പോൾ ആ ജീവജലത്തെ പുതിയ വീഞ്ഞാക്കി മാറ്റിയിട്ട് ആ ശമരിയാപട്ടണത്തെ മുഴുവൻ നേടാൻ സാധിച്ചു. അവിടെ അത്ഭുതം. ഇനി ഓരോ ഈ കാഴ്ചപ്പാട് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിച്ചു നോക്കിയത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഓരോ അധ്യായത്തിലും ഇതിൻ്റെ ആവർത്തനമാണ് പല മണ്ഡലങ്ങളിൽ. ഓരോന്ന് വായിച്ചു നോക്കിയാൽ. അപ്പോൾ ഈ വെള്ളം വീഞ്ഞാക്കുന്ന പരിപാടി കന്യാമറിയാമിൻ്റെ ജീവിതത്തിലാണ് ആദ്യം ഉണ്ടായത്. പരിശുദ്ധാത്മാവ് നിഴലിട്ടപ്പോൾ കന്യാമറിയാമിൻ്റെ രക്തവും ജീവനും അവയവങ്ങളും മുഴുവനും ദൈവരാജ്യത്തിൻ്റെ ശക്തിയുള്ളതായി വചനത്തെ മാംസമാക്കി മാറ്റുന്ന ഒരു അത്ഭുതം. അതൊരു ഭയങ്കര അത്ഭുതമല്ലേ? വെള്ളം വീഞ്ഞായ പോലെ ഒരു അത്ഭുതമാണ്. വചനം മാംസമായി, വചനം മാംസം ധരിച്ച് യേശു കുഞ്ഞായി മാറി. കന്യാവൃതത്തിന് ഭംഗം വന്നിട്ടുമില്ല. അപ്പോൾ കന്യാമറിയാമാണ് ആദ്യം അത്ഭുതകരമായ വെള്ളം വീഞ്ഞായ അനുഭവത്തിലേക്ക് മാറിയത്. കന്യാമറിയാമിന് ആ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് കാനാവിലെ കല്യാണത്തിൽ അത്ഭുതം ആവർത്തിക്കാൻ പറഞ്ഞു. കന്യാമറിയാമിൻ്റെ ജീവിതത്തിലാണ് വെള്ളം വീഞ്ഞായത് ആദ്യം. ഒരു സാധാരണ കന്യ ദൈവമാതാവായി മാറിയതൊരു അത്ഭുതമാണ്. ആ അത്ഭുതം തന്നെയാണ് കാനാവിലെ കല്യാണ വീട്ടിലും ചെയ്തത്. അതുതന്നെയാണ് നീക്കോദീമോസിന് കിട്ടിയത്. അതുതന്നെയാണ് ശമരിയാസ്ത്രീക്ക് കിട്ടിയത്. അതുതന്നെയാണ് മഗ്ദല മറിയത്തിന് കിട്ടിയത്. മഗ്ദല മറിയം പഴയ വെള്ളം കുടിച്ച് പാപമരണത്തിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ അവളുടെ അതുവരെയുള്ള ജീവിതത്തിലെ 7 ഭൂതങ്ങളെ ഇറക്കിവിട്ട് പരിശുദ്ധാത്മാവിനെ വചനത്തെയും തിരികെ കൊടുത്തപ്പോൾ അവൾ ശുദ്ധിമതിയായി മാറി. അത് വെള്ളം വീഞ്ഞായ പോലെ മറ്റൊരു അത്ഭുതം. ഇതങ്ങനെ തുടരുക. എല്ലാ കർത്താവിൻ്റെ വചനങ്ങളിലും ഈ അത്ഭുതം കൂടെ ഒളിച്ചിരിപ്പുണ്ട്. യോഹന്നാൻ 15 വരുമ്പോൾ ഫലം കായ്ക്കുന്ന കാട്ടുപന്ത്രികങ്ങളായിരിക്കുന്ന നമ്മൾ നല്ല പന്ത്രിക കായ്ക്കുന്ന കർത്താവിനെ ഒട്ടിച്ച് അത് വേറെ അത്ഭുതം. കാട്ടുപന്ത്രികകൾ മാത്രം കായ്ച്ചുകൊണ്ടിരുന്ന നമ്മുടെ കമ്പ് ഒടിച്ച് അങ്ങോട്ട് ഒട്ടിച്ച് നല്ല മുന്തിരിങ്ങ കായ്ക്കുന്നവരാക്കുന്ന അത്ഭുതം അവിടെ കർത്താവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്താ നമ്മളെ കാണുന്നവർ നമ്മുടെ ക്രിസ്മസ് ആഘോഷം കാണുമ്പോൾ ഈ അത്ഭുതം അനേകർക്ക് പുതിയ വീഞ്ഞ് കിട്ടിയിട്ട് അവർ കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ എല്ലാ കുർബാനയും ഇതിനു വേണ്ടിയായിരിക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 5 ദിവസവും 12 മണിക്ക് തീരുന്ന കുർബാന ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചെയ്യാൻ തക്കവണ്ണം 9 മണിക്ക് തുടങ്ങി 12 തീരുന്നു. ആ സമയത്തിനിടയിൽ കുരിശിന് ചോട്ടി പോകേണ്ടവർക്ക് പോകാം, ജപമാലയിലുണ്ടവർക്ക് എല്ലാം, മൗനമായിട്ടിരിക്കേണ്ടവർക്ക് മൗനമായിട്ട്, ഇതിനൊക്കെ അവസരങ്ങൾ ഇതിനിടയിലുണ്ട്. അങ്ങനെ നമ്മുടെ കുടിശ്ശിക തീർത്ത് പുതിയ വീഞ്ഞാകാഞ്ഞതിൻ്റെ ക്ഷമ ചോദിച്ചുകൊണ്ട് പിശാചിൻ്റെ അവകാശങ്ങൾ തീരുവാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൊണ്ട് പോരാടുവാൻ ഇതാ ഒരാഴ്ചയോട് 5 ദിവസം കൂടി ശേഷിച്ചിരിക്കുന്നു. ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് പുത്തൻ ക്രിസ്മസായി ഒന്നാമത്തെ ക്രിസ്മസ് പോലെ നമ്മുടേതാക്കി തീർക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിച്ച് സമർപ്പണം കൊടുക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ഭാഗ്യകരമായ ദിവസത്തിനായി നന്ദി പറയുന്നു. അപ്പോസ്തലനായ യോഹന്നാന് കർത്താവിൻ്റെ വചനപ്രകാരം വെള്ളം വീഞ്ഞായതുപോലെ തൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിന് ലഹരിയുള്ളതും ധൈര്യമുള്ളതുമായി തനിക്ക് പത്മോസിൽ ഏകനായി നാട് കടത്തപ്പെട്ടെങ്കിലും അവിടെയും കർത്താവിനെ സാക്ഷിക്കുവാൻ എല്ലാ തലമുറക്കാർക്കും വായിക്കാൻ തക്കവണ്ണം പല പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ട് പോകാനിടയാക്കിയ ആ പൂർണ്ണതയിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിച്ച അനുഭവം, ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിച്ച ആ ഭാഗ്യം ഞങ്ങൾക്കും വേണം കർത്താവേ. കൃപാമുടക്കിലൂടെ യാത്ര പറവാൻ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപയിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ അന്വർത്ഥമാക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹക്കുറവുകൊണ്ട് ശാപങ്ങൾ കയറി വന്നിട്ട് സമ്മതിക്കുന്നു. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ ആ കാര്യം ഞങ്ങൾ ഓർക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിലെ ആ സന്ദേശം ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. സ്നേഹക്കുറവുകൊണ്ട് പല ശാപങ്ങൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഇനി സ്നേഹത്തിൻ്റെ പൂർണ്ണത കൊണ്ട് ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ അവിടുത്തെ കൃപ പര്യാപ്തമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മത്സരം ആവിചാരദോഷം പോലെയാണ് എന്നുള്ള 1 ശതമാനം 15 അധ്യായം ഞങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നു. ഞങ്ങളെ
കുടുംബത്തിലെ, സഭയിലെ, സമൂഹത്തിലെ, കൂട്ടായ്മകളിലെ മത്സരങ്ങൾ അത് ആഭിചാര ദോഷം പോലെ ഞങ്ങൾ തന്നെ ഞങ്ങൾക്കെതിരായി ക്ഷുദ്രം ചെയ്യുന്ന അനുഭവത്തിൽ ആ ക്ഷുദ്രം ഉള്ളതുകൊണ്ട് വേറെ വല്ലതും ചെയ്താൽ കൂരിന്മേൽ കുരു എന്ന പോലെ അത് ഫലിക്കുന്നുണ്ടോ നിങ്ങൾ സമ്മതിക്കുന്നു? ആരെങ്കിലും ഞങ്ങൾക്കെതിരായി കൈവശം തരികയോ ക്ഷുദ്രം ചെയ്യുകയോ കൂടോത്രം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയെന്ന് സംശയമുണ്ടെങ്കിൽ അത് അവർ കാരണമല്ല, ഞങ്ങളുടെ സ്നേഹക്കുറവ് കാരണമാണ് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് എത്രയും വേഗം കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് ആത്മനിറവിൽ എല്ലാം കർത്താവിൻ്റെ ആലോചന ചോദിച്ച് കർത്താവിൻ്റെ ആലോചന പ്രകാരം എല്ലാം ചെയ്ത് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റി ശപിക്കുന്നവർ തന്നെ നിന്റെ ദൈവം വലിയ ദൈവമാണ് നിങ്ങൾ വാസ്തവമായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സാന്തരപ്പെട്ട് ശത്രുവും ഞങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവം ഞങ്ങൾക്കും ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മത്സരത്തിൻ്റെയും സന്നിഷ്ടങ്ങളുടെയും അശ്രദ്ധകളുടെയും അത്യാഗ്രഹങ്ങളുടെയും വിഗ്രഹസേവ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് ദൈവേഷ്ടം മാത്രം ചെയ്യുന്ന തലയോട് ചെയ്യുന്ന ഉടലായി ജന്മസാവലി ഉണ്ടാകുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയറ്റാനായിട്ട് തന്നെ.